ട്രസ്റ്റാ തിന്നാ അതിന് അഞ്ഞിപ്പുറത്തില്ല പറയാ അത് പറന്ന് പേടിച്ചിട്ട് നിങ്ങൾക്ക് നാച്ചുറലി അതങ്ങൾക്ക് തിന്നോളും. നാച്ചുറലി അവര് സമാധാനത്തോടെ ഇരിക്കുന്നു. ഒരു പിണങ്ങൂല്ല ഒച്ചയായിട്ടാ പോകും. ആ പേടിച്ചിട്ടിരിക്കുന്നു. തല പറഞ്ഞു വെച്ചേക്കോ. അതിനെ ഓരോ ദിവസം കൂട്ടി ഇറങ്ങി പോകുമ്പോഴേ എന്തെങ്കിലും ഒരു തീറ്റ ഇട്ട് വെക്കുക. അപ്പൊ അതിന് ഇഷ്ടമാവും. അപ്പൊ അതിന് പോകും. ഇല്ല അത് ഇണങ്ങും. സത്യമായിട്ടും കൂട്ടിൽ തീറ്റ ഇട്ട് വെച്ചാൽ ഇച്ചിരി ഇട്ടു. ഓ എന്താ ഇവിടെ ഒന്ന് കൂടുവിട്ടെന്നറിയാവോ? ആ കിളി ഇവിടെ കിടക്കണില്ലേ? അതുകൊണ്ടാണ്. അതായിരിക്കും. നമ്മളൊന്നും നല്ല സൗകര്യവും ഫുഡും ഉണ്ട്. കിളി പറഞ്ഞു കാണും മണിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ കുടിക്കാം. പൂച്ചെങ്ങാനും കണ്ട പട്ടി പൂച്ചേനെ പിന്നെ ഓക്കെ. പട്ടിക്ക് ആ മരം ഒരൊറ്റ കൊടുത്തിനുള്ളവരോ പട്ടിനെ അഴിച്ചുകൊണ്ടിരുന്നത്. കാരണം പട്ടി ഇവിടെ ഒന്ന് കുലുക്കുന്നല്ല, അത് കയറി പിടിക്കും. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു കൊറിയർ ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് കൊറിയർ പാക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് ഓർക്കണം. ആ കൂടെ ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടട്ടെ, നിങ്ങളെയും കൂടി കാണിച്ചുകൊണ്ടിടാമെന്ന് ഓർത്തു. 2 ടൈപ്പ് ലിപ്സ്റ്റിക് ഉണ്ട് നമുക്ക്. ഒന്നൊരു പിങ്ക് കളറ്, പിന്നെ ഒന്നൊരു റെഡ് കളറ്, ഡീപ്പ് റെഡ് കളറും പിന്നെ പിങ്ക് കളറും നമുക്കുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ റെഡ് കളറ് ഡ്രസ്സല്ല ഇട്ടേക്കണേ. ആക്ച്വലി റെഡ് ഇടണ്ടേ, എന്നാലും ഞാനിപ്പോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിങ്ക് ഇടാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. അടിപൊളിയാണ്. വിവാക്സിന്റെ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള എഡിബിൾ കളറും പിന്നെ ബീറ്റ്റൂട്ടിന്റെ പൗഡറും എസെൻഷ്യൽ ഓയിലും പിന്നെ നമ്മുടെ പിന്നെ വെളിച്ചെണ്ണയും, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് വിവാക്സും. അങ്ങനെയാണ് ഇതെവിടെ നിന്ന് ചാടി വന്നേ. അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിവാക്സിന്റെ മോയ്സ്ചർ ഉണ്ടാക്കുന്നത്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതി കാണല്ല പരിപാടി. അപ്പൊ ഈ ജനലിന്റെ അകത്ത് പോയിട്ട് അവിടെ കർട്ടന്റെ പുറത്ത് പോയിരുന്ന പുറത്തോട്ട് കുറേ തൂക്കണാങ്കുരുവികളൊക്കെ തൂങ്ങി കിടപ്പുണ്ട് അവിടെ. പിന്നെ കുറെ വള്ളിച്ചെടികൾ തൂങ്ങിക്കിടപ്പുണ്ട്. അത് കണ്ട് എത്ര മണിക്കൂർ ഇരിക്കുമെന്ന്. ഭയങ്കര പിഗതി ആസ്വാദനമാണ്. ഞങ്ങൾ എപ്പോഴും കളിയാക്കി പറയുന്നത് പിഗതി കാണാൻ പോയിരിക്കുമെന്ന്. എങ്ങനെ അപ്പൊ ചാടി വന്നേക്കുന്ന ഇപ്പൊ ഒച്ച കേട്ടിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിലയുടെ വിശേഷം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ കണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടപ്പോ വന്ന ആ ചേഞ്ച് കണ്ടോ? നല്ല പിങ്ക് കളറാണ് കേട്ടോ ഇത്. അതുപോലെ വിവാക്സിന്റെ ആ ഒരു നനുനനുപ്പൊക്കെ നമ്മുടെ ചുണ്ടയിലേക്ക് വന്നു കഴിയുമ്പോൾ വിവാക്സ് ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റും ആണ്. ഹണിയിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ്. ഹണിയുടെ മെഴുകാണ് വിവാക്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, ഒത്തിരി നല്ലതാണ്. ഇനിയിപ്പോ ഈ ഒരു വിവാക്സ് നമ്മളിപ്പോ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഉള്ളിൽ പോയാലും പേടിക്കാനില്ല. കാരണം ഇതിൽ എഡിബിൾ കളറും ബീറ്റ്റൂട്ടിന്റെ പൗഡറും എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ വിവാക്സും കോക്കനട്ട് ഓയിലും ആണ്. ഇത്ര സാധനമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സേഫ് ആണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ഇങ്ങനെ പിരിച്ച് ഒത്തിരി ഇങ്ങനെ പിരിച്ച് പുറത്തേക്ക് ആക്കരുത്. എന്നിട്ട് പിന്നെ തള്ളി താഴേക്ക് വെക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കത്തില്ല. ഇത് നമ്മൾ നാച്ചുറലി മേക്ക് ചെയ്തേക്കുന്നുണ്ട്. ഇതിലങ്ങനെ കെമിക്കൽ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ഒരു ലിപ്സ്റ്റിക്കിലുള്ള ചേർക്കുന്ന അങ്ങനത്തെ സംഗതികളല്ലല്ലോ ഇതിൽ ചേർത്തേക്കുന്നത്. ലിപ്സ്റ്റിക് എന്നൊരു പേര് നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് ലിപ് ബാം ആണ്. അപ്പം ഇതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോ പറഞ്ഞല്ലോ വളരെ സേഫ് ആയിട്ടുള്ളതാണ്. അപ്പൊ നാച്ചുറൽ ആയതുകൊണ്ട് ഇതിനകത്ത് കെമിക്കൽ ആഡഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പിരിച്ചു കുറെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ ഒടിഞ്ഞു പോകാനും അത് അതിൻ്റെതായ പൊസിഷൻ സ്റ്റെബിലിറ്റിക്ക് നമ്മൾ ഒരു കെമിക്കൽ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്നെ ലിപ്സ്റ്റിക് മേടിച്ചാൽ വളരെ കുറച്ചതാ ഇത്രയും മാത്രം പിരിക്കുക. ഇതിട്ട് തീർന്നു കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് പിരിക്കാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് മാത്രമല്ല, റെഡ് കളറും ഉണ്ട്, ഇതുണ്ട്. പിന്നെ 2 ലിപ് ബാമും നമുക്കുണ്ട്. ഒന്നൊരു ന്യൂഡ് കളറ്, ചുണ്ടിൽ അങ്ങനെ ഇട്ടു എന്ന് തോന്നത്തില്ല ആ ഒരു രീതിയിൽ. പിന്നെ ഒരെണ്ണം പ്ലെയിൻ ആയിട്ടുള്ള രാത്രി കിടക്കുമ്പോൾ നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് കിടക്കാം.
ഉറപ്പായിട്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ലിപ് ബാം ഇട്ടിട്ടേ കിടക്കാവുള്ളൂ. അത് വിവാക്സിന്റെ ആകുമ്പോൾ ഭയങ്കര സേഫ് ആയിട്ട് നമുക്ക് ഇടാം. എന്നാ വെച്ചാൽ ചുണ്ടൊക്കെ ഒന്ന് പ്ലം ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ അതിന് കുറച്ച് മോയ്സ്ചർ ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറമേ നിന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ വിവാക്സ് ഒക്കെ അങ്ങനെയാണ്, വാട്ടർ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ മോയ്സ്ചർ ഹോൾഡ് ചെയ്തോളും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചുണ്ട് പൊട്ടി ഇങ്ങനെ വിണ്ട് കീറി ചിലരുടെ ചുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും, വേദന എടുക്കുന്നു നമുക്ക് തോന്നും. അതുപോലെ പൊട്ടി 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 ഇങ്ങനെ വരഞ്ഞ് നമുക്ക് പനിയൊക്കെ പിടിക്കുമ്പോൾ അങ്ങനെ ആവാറുണ്ട്. കാരണം ഡീഹൈഡ്രേഷൻ ബോഡിയിൽ വരുമ്പോ അതേ രീതിയിലായിരിക്കും ഡെയിലി തന്നെ ചിലരുടെ. പിന്നെ ഇങ്ങനെ ഒരു ലെയർ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ വിണ്ട് പൊട്ടി തൊലിയൊക്കെ പൊളിഞ്ഞ് തൊലിയൊക്കെ കുറച്ചിങ്ങനെ കാണാം, ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കാൻ പാകത്തിന് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് വിവാക്സിന്റെ ലിപ് ബാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഇത് ലിപ്സ്റ്റിക്ക് ഇത് നമ്മൾ പുറമേയൊക്കെ പോകുമ്പോൾ ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുറമേ പോകുമ്പോൾ ഇടാം. മറ്റത് പുറമേ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നടക്കുമ്പോഴും രാവിലെയൊക്കെ ഒന്ന് തലയൊക്കെ ചീകി ഒരു പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി ഒരു ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ജോലി ആര് കാണാനില്ല, നമ്മളെ ആരും ശ്രദ്ധിക്കാനില്ല എങ്കിൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യണം. അതൊരു സെൽഫ് റെസ്പെക്ട് ആണ്. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന സെൽഫ് റെസ്പെക്ട്, ഒരു സെൽഫ് കെയർ ആണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ശരിക്കും നമ്മളെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ മെന്റലി സ്ട്രോങ് ആവത്തുള്ളൂ. നമുക്ക് ഈ ചുറ്റുപാടും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ എപ്പോഴും ദുഃഖത്തിൽ മുങ്ങി അയ്യോ ആരും ഇല്ല ഏതും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ 100 തരത്തിലേക്ക് നമ്മുടെ എനർജി ഇങ്ങനെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റത്തില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അതിനാദ്യം ചെയ്യേണ്ടത് ചുറ്റും എന്തൊക്കെ സംഭവിച്ചോട്ടെ, നമ്മളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, നമുക്കറിയാം നമ്മൾ ആരാ എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് സെൽഫ് കെയർ ആണ്, സെൽഫ് ലവ് ആണ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക. അതിനാദ്യം ചെയ്യേണ്ടത് രാവിലെ എണീറ്റ് നല്ല വൃത്തിക്ക് പല്ലൊക്കെ തേച്ച് ഒരു പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി, ആരും ഇല്ലായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ആരും കാണാൻ വരുന്നില്ല, ആരും നമ്മളെ കാണുന്നില്ല, ഓക്കെ നമ്മൾ തന്നെ നമ്മളെ കാണുന്നുണ്ടല്ലോ ഇല്ലേ, നമ്മുടെ വീട്ടിലുള്ളവര് നമ്മളെ കാണുന്നുണ്ടല്ലോ, അത് മതി. പലവട്ടം നമ്മൾ കണ്ണാടിന്റെ മുമ്പിൽ പോയി പല കാര്യത്തിന് വേണ്ടി നോക്കുന്നില്ലേ. അപ്പൊ നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം തോന്നണം, ഒരു നമ്മൾ മിടുക്കിയായിട്ടിരിക്കുന്നു, ഒക്കെ ജോലിയൊക്കെ ചെയ്ത് നടക്കുവാണ് എന്നാൽ പോലും അങ്ങനെ തോന്നണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം സെൽഫ് കെയർ ചെയ്യണം എന്ന് പറയുന്നത്. അതിൽ പെടുന്നതാണ് ഒരു പൊട്ടൊക്കെ കുത്തി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടുക എന്നുള്ളത്. അത് നാച്ചുറൽ ആകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ കിശകൾ. ഇനി നമുക്ക് നമ്മുടെ കൊറിയർ വിശേഷങ്ങളിലേക്ക് പോകാം. കൊറിയർ പാക്ക് ചെയ്യണം, പോകണം, പിന്നെ നമുക്ക് ഇന്ന് ലാബിൽ പോകണം. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ നമുക്ക് പോയി സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ റെഡും കൂടി ഇട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. റെഡ് ഭയങ്കര ഡീപ്പ് കളറിൽ ഉണ്ടാക്കിയേക്കണോണ്ട് വളരെ കുറച്ച് മാത്രം ചുണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ചുണ്ടും കൊണ്ട് തന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ട, ഇതാണ് നമ്മുടെ റെഡ് കളർ ലിപ്സ്റ്റിക്ക്. നല്ല ഡീപ്പ് കളറിൽ ഉണ്ടാക്കിക്കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ചുണ്ടും കൊണ്ട് തന്നെ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൈ വിരലും കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സിന് ചേരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് കളർ തന്നെയാണ് അല്ലെ. അപ്പൊ ഇനി അവിടെ പോയി ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. നമുക്കിന്ന് കൊറിയർ പാക്ക് ചെയ്യണം, അതുപോലെ ലാബിൽ പോകണം, കൊറിയർ കൊടുക്കണം, കുറെ കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ 2-3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് മൊത്തം എനിക്ക് ഇന്ന് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പേ ഉള്ള ഒത്തിരി പ്രീവിയസ് ഓർഡറുകൾ തന്നെ കിടക്കുവാണ്. അപ്പൊ അതെല്ലാം കൂടി ഞാൻ ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയൊക്കെയാണ് അപ്പൊ ഒത്തിരി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഫേസ് മസാജിന്റെ മാത്രമായിട്ട് ഇടണം. അന്ന് ഞാൻ കുറെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം കൂടിയല്ലേ വീഡിയോ ഇട്ടേ. അത് ഉറപ്പായിട്ടും ഇന്ന് നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം കൊടുത്തിട്ട് വൈകുന്നേരം വന്ന് കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും ഇന്ന് ഫേസ് മസാജ് എങ്ങനെയാണ് ചെയ്യുന്നത് സെപ്പറേറ്റ് അത് മാത്രമായിട്ട് ഇന്ന് ഞാൻ വീഡിയോ മേക്ക് ചെയ്തിടാം. ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ ഇടും. നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് ബിസിനസ് ആണല്ലോ. അപ്പൊ അതിലേക്ക് നമുക്ക് അർക്കീവിലേക്ക് എടുത്തിടാൻ പറ്റും. അപ്പൊ നിങ്ങൾ തരുന്ന ഓർഡർ ഒക്കെ കൺഫേം ആയി കഴിയുമ്പോൾ ഞാൻ നേരെ ഇത് അർക്കീവിലേക്ക് എടുത്തിട്ടിട്ട് ഞാൻ തലേ ദിവസം ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടെ ഇതുപോലെയുള്ള ഒത്തിരി ബുക്കുകളുണ്ട്. ഈ ബുക്കിലേക്ക് എടുത്ത് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ പേരും നമ്പറും ഒക്കെ എഴുതിയിട്ട് ഞാനത് ഏതൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ ആവശ്യപ്പെട്ടെന്നുള്ള ഇതിലേക്ക് ഞാൻ എഴുതി വെക്കും. അത് എനിക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്കൊരു ഡബിൾ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ നേരെ അത് അശ്വിന് അയച്ചു കൊടുക്കും. അവനാണ് എനിക്ക് പ്രിന്റ് ഒക്കെ എടുത്തത്. അപ്പൊ അവന് എനിക്കിത് രാത്രി പ്രിന്റ് എടുത്ത് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇതുണ്ടോ ഈ ഒരു ഇതേപോലെ. അപ്പൊ സമയം ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ, ചെക്ക് ചെയ്തിട്ട്. രണ്ടാമതൊന്നോടെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യും. അതായത് ഇവൻ പ്രിന്റ് എടുത്തുകൊണ്ട് വരുന്നത് തന്നെയാണോ, ഞാൻ കൊടുത്തത് തന്നെയാണോ, എന്തെങ്കിലുമൊക്കെ തെറ്റി പറ്റാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡക്റ്റ് ഒക്കെ മാറിപ്പോയാൽ ഭയങ്കര പ്രശ്നമല്ലേ.
അഡ്രസ്സൊക്കെ മാറിപ്പോയാൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യും. എന്റെ ബുക്കിലുള്ള ഞാൻ എഴുതി വെച്ചേക്കുന്നതായിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറ്റിയ ഞാൻ കുറച്ചൊക്കെ ഇന്നലെ പാക്ക് ചെയ്തു, അങ്ങനെ തലേ ദിവസത്തെ പാക്ക് ചെയ്ത് വെക്കും. ഇന്നലെ ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇന്ന് രാവിലെ ഇതുപോലെ ഇരുന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മഞ്ഞൾ റൂമിലേക്ക് പോയിട്ട് എല്ലാം പാക്ക് ചെയ്യും. അപ്പൊ രാവിലെ ഞാൻ ഇന്ന് ഒരു കുറച്ച് താമസിച്ചായി ഇപ്പൊ ഞാൻ എണീക്കുന്നത് കേട്ടോ. ഭയങ്കര മഴയും തണുപ്പല്ലേ ഇവിടെ. അപ്പൊ ഒരു 6 മണിയൊക്കെ ആകൂട്ടോ എണീക്കുമ്പോ. അല്ലെങ്കിൽ ഞാനൊരു 4:30 5 മണിക്കൊക്കെ പണ്ട് എണീറ്റോണ്ടിരുന്ന ഇപ്പൊ കുറച്ചുകൂടെ കിടന്നുറങ്ങും. അലാം വെക്കത്തില്ല ഒരിക്കലും. കാരണം കുറെ കാലം സൗദി അറേബ്യ കിടന്ന് അലാം വെച്ച് എണീറ്റ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ പ്രഷർ കൊടുത്ത് കറക്റ്റ് നമുക്ക് ഒത്തിരി കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നേരെ ഓടണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അങ്ങനെ പിന്നെ ഓട്ടോക്ലേവ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ഇങ്ങനെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് സ്റ്റാഫ് ഒന്നും ഇല്ല അവിടെ. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പക്ഷെ ഭയങ്കര ഷോർട്ടേജ് ആണ്. അപ്പൊ ഡബിൾ ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഈ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ആദ്യമൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ആരെയും കിട്ടാനില്ലാതെയായി. അപ്പൊ നമ്മളോട് തന്നെ അവർ മാനേജ് ചെയ്യാൻ പറയും. അത് നമ്മുടെ തലയ്ക്കാണ്. കാരണം കേസുകൾ നടക്കണല്ലോ. പിന്നെ ആ ഹോസ്പിറ്റലിലെ മുഴുവൻ സാധനങ്ങൾ സ്റ്റെറിലൈസേഷൻ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അപ്പൊ അത് മൊത്തം ചെയ്യാന്ന് പറയുന്നത് ഒന്നും പറയണ്ട. അതുകൊണ്ട് നമ്മളിപ്പോ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കാൻ പഠിച്ചു. കാരണം ഒത്തിരി ജോലികൾ ഒന്നിച്ച് ചെയ്ത് മാനേജ് ചെയ്ത് നമ്മളത് ജീവിക്കാൻ പഠിച്ചു. ടൈം മാനേജ്മെന്റ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ഡബിൾ വർക്ക് എല്ലാം കൂടി ഉള്ളത് കൊണ്ട് രാവിലെ മുതൽ നമുക്ക് ഭയങ്കര പ്രഷറാണ്. ഇപ്പൊ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്റ്റെറിലൈസേഷനുള്ള സാധനങ്ങൾ രാവിലെ മുതൽ വരും. അത് നമ്മൾ ഒപ്പിട്ട് മേടിക്കണം, ഏതൊക്കെയാന്ന് കൺഫേം ചെയ്യണം, പിന്നെ അതെല്ലാം പാക്ക് ചെയ്യണം. അങ്ങനെ ആ കൂടെ തന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പട ഇങ്ങനെ വരും. അപ്പൊ അത് കൊടുക്കണം, അതും സൈൻ ചെയ്യിപ്പിച്ച് അത് കൊടുക്കണം. അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ കൂടെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഇൻവെന്ററി എല്ലാം എടുക്കണം. ഇത്രയും ഇൻസ്ട്രുമെന്റും കാര്യങ്ങളും എല്ലാം ഉള്ളതല്ലേ. ആ കൂടെ ഇഷ്ടം പോലെ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതങ്ങനെ ആ കൂടെ എമർജൻസി സിസേറിയൻ വരും. അത് അങ്ങനെ ഒരു വശത്തോടെ ഈ കൂടെ ഭയങ്കര ഷോർട്ടേജ് സ്റ്റാഫിന്റെ. ഇതെല്ലാം മാനേജ് ചെയ്യണം. ഇങ്ങനെയായിരുന്നു നമുക്ക് പ്രഷർ എന്ന് വെച്ചാൽ കോർട്ടിസോളൊക്കെ എനിക്ക് തോന്നണോ നമുക്കൊരു അങ്ങ് 100-ലായിരിക്കും നിൽക്കുന്നത്. അതേപോലെയാണ് നമ്മൾ ഹൈ പ്രഷറിലായിരുന്നു അവിടെ ജോലി ചെയ്തോണ്ടിരുന്നത്. അതൊക്കെ അങ്ങനെ അലാം വെച്ച് നീറ്റ് പ്രഷറൈസ് ചെയ്ത് നമ്മൾ അങ്ങനെ ജീവിച്ച് മടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. അത്യാവശ്യം നമ്മളൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേക്കും മടുത്തിട്ടാണ് ഞാനൊക്കെ തിരിച്ചു പോകുന്നത്. പറ്റൂല. നമുക്ക് മെന്റലി ഫിസിക്കലി നമ്മൾ അങ്ങനെ ടോർച്ചർ ചെയ്യപ്പെടുവാണ്. ഓക്കെ, പൈസ കിട്ടും, സാലറി ഉണ്ട് നന്നായിട്ട്, അതൊക്കെ ഓക്കെ. എന്നാലും നമുക്ക് ദുഃഖമാണ്. നമ്മളെ കുഞ്ഞിനെയൊക്കെ പിരിഞ്ഞ്, നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ പോയി കിടക്കുമ്പോൾ അപ്പൊ മറ്റുള്ളവർ അനുഭവിക്കുന്ന ആ ദുഃഖം എനിക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ ഒത്തിരി അനുഭവിച്ചേക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലം. അതുകൊണ്ട് തന്നെ അലാം വെക്കാന്ന് പറയുന്ന പരിപാടി ഇവിടെ വന്നപ്പോഴേ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതൊരു മെന്റൽ പ്രഷർ. അത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇനി ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്, അങ്ങനെ ഒരു ഇത് വരും. അങ്ങനെ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ എണീപ്പിച്ചോളൂ സ്ഥിരമായിട്ട്. അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഒരു 6 മണി വരെയൊക്കെ കിടന്നുറങ്ങി സ്വസ്ഥമായിട്ട് എണീറ്റിട്ട് നമ്മൾ നേരെ ഗോതമ്പ് ദോശ ഇന്ന് ഞാൻ ഉണ്ടാക്കി കഴിച്ചേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ആഴ്ച നമുക്ക് മില്ലറ്റ്സ് ഉണ്ടാക്കണം. മാറി ഞാൻ 1-2 ആഴ്ച മില്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പുട്ട് അല്ലെങ്കിൽ നൂൽപുട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊതിയുള്ള സാധനമൊക്കെ കഴിക്കും. പിന്നെ ഞാനിപ്പോ എളുപ്പത്തിന് 2-3 ദിവസം കുറേ ജോലി ആയതുകൊണ്ട് ഗോതമ്പ് കലക്കി വെച്ചു. കുറച്ച് അരിപ്പൊടി ഇടും, ഗോതമ്പും കലക്കി വെച്ച് അതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ കലക്കി വെക്കും. അപ്പൊ എളുപ്പമാണ്. രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയ അത് കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് മില്ലറ്റ്സ് ഈ ആഴ്ച മുതൽ നമ്മൾ മില്ലറ്റ്സ് വീണ്ടും കഴിക്കാൻ തുടങ്ങും. ഉറപ്പായിട്ടും കൂട്ടുകാരെ നിങ്ങൾ മില്ലറ്റ്സ് കഴിക്കണം. ഒത്തിരി ഓർഡർ എനിക്ക് മില്ലറ്റ്സ് വരുന്നുണ്ട്. ആ കൂടെ ഗീയും വരുന്നുണ്ട്. അപ്പൊ ആ വിശേഷം ഒന്ന് പറയട്ടെ. മില്ലറ്റ്സ് എന്ന് പറയുന്ന ചെറുധാന്യങ്ങളാണ്. നമുക്കത് കേരളത്തിലെങ്കിലും കൃഷി ചെയ്യുന്നില്ല. മേ ബി റാഗി എങ്ങാനും കൃഷി ചെയ്യുന്നുണ്ടാവും. ബാക്കി ഒന്നും മില്ലറ്റ്സിൽ പെടുന്നത് കൃഷി ചെയ്യുന്നില്ല. നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം മില്ലറ്റ്സിനെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയത്തില്ല. ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന വേറെ ഒരു സെക്ഷനാണത്. ഏത് ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും നിങ്ങൾ മില്ലറ്റ്സ് കഴിക്കണം എന്ന് പറയും. കാരണം അതിനകത്ത് ധാരാളം ഫൈബർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കൂടാതെ വിറ്റാമിനും മിനറലും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാമോ നമ്മുടെ ലേഡീസ് എന്തോര ജോലികളാ, പുരുഷന്മാരും എന്തോര ജോലികളാ. നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ആടി തൂങ്ങിയൊന്നും ഒന്നും നടക്കത്തില്ല. ജീവിക്കണമെങ്കിൽ നല്ല കാശ് വേണം, കാശ് വേണമെങ്കിൽ ജോലി ചെയ്യണം. ഇനിയിപ്പൊ അന്ന് പട്ടിണി അടക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം 1000 രൂപ വേണം. അങ്ങനത്തെ ഉള്ള അവസ്ഥയാണ്. പച്ചവെള്ളം പോലും മേടിക്കണമെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഠിനമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കാൽഷ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ വേണം. മഗ്നീഷ്യം ഒക്കെ കുറഞ്ഞാൽ നമുക്ക് വട്ട് കേസ് പോലെ ആവും. അതുപോലെ പൊട്ടാസ്യം കാൽഷ്യം ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ആരോഗ്യം എല്ലാം പോയി, കാലുവേദനയൊക്കെ പിടിച്ച് അങ്ങനെയാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മില്ലറ്റ്സ് കഴിക്കണം. മില്ലറ്റ്സ് ഹൈ പ്രോട്ടീനും കൂടി ആയതുകൊണ്ട്
അങ്ങ് അടിച്ചു കയറ്റി കഴിച്ചേക്കാം 3 നേരം. ആ ചേച്ചീന്റെ അടുത്ത് മില്ലറ്റ്സ് ഉണ്ടല്ലോ, എന്നാ പിന്നെ മേടിച്ച് മൊത്തത്തിൽ അങ്ങ് കഴിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല കേട്ടോ. ഇത് ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് ഒത്തിരി 3 നേരം മില്ലറ്റ്സ് കഴിച്ച് ആരോഗ്യം കൂട്ടാന്ന് ചിന്തിക്കരുത്. ഓവർ പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് ലിവറിനും കിഡ്നിക്കും ഒക്കെ അത് വർക്ക് ലോഡ് വരും. അങ്ങനെ നമ്മൾ ചെയ്യരുത്. ഓവർ പ്രോട്ടീന്റെ ആവശ്യമില്ല, ആവശ്യത്തിന് കഴിക്കാം. അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ മില്ലറ്റ്സ് എന്റെ അടുത്ത് നിങ്ങൾ മേടിക്കണേ 1 kgയുടെ 5 ടൈപ്പ് മില്ലറ്റ്സ് മിക്സ് ചെയ്ത് ഒരു പാക്കറ്റാണ് നമ്മൾ തരുന്നത്. അതിലേക്ക് കുറച്ച് പച്ചരിയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ എടുത്തു വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് അളന്നെടുക്കുക. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതനുസരിച്ച് അളന്നെടുത്തിട്ട് കുതിരാനിടുക. ഉറപ്പായിട്ട് നിങ്ങൾ കുതിർത്തിട്ടാണ് പിന്നെ പിറ്റേ ദിവസത്തേന് അരച്ചു വെക്കാവുള്ളൂ. അപ്പൊ ഒരു 6 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് അതിലേക്ക് നമുക്ക് എല്ലാം ചേർക്കാം. ദോശയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ചേർക്കുന്നോ അതെല്ലാം, തേങ്ങ, ജീരകം, ചെറിയുള്ളി, ഇനി അതിന് ഉഴുന്ന്, ഉലുവ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ വേണമെങ്കിൽ ചെറുപയർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലതാ. മറന്നു അതിന്റെ പേര് മുതിരയും നമുക്ക് ആഡ് ചെയ്യാം. ചില സമയത്ത് ഞാൻ അതൊക്കെ മേടിച്ച് ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് കൊണ്ടുവരും. അങ്ങനെ അതെല്ലാം ആവശ്യത്തിന് കുറച്ചിട്ടിട്ട് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് പിന്നെ അരച്ചു വെക്കുക. പിറ്റേ ദിവസത്തേന് നമ്മൾ ഇച്ചിരി ഗീ പരട്ടിയിട്ട് ചുട്ടെടുക്കുക. നമ്മുടെ അടുത്തുനിന്ന് ഗീ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. അത്രയും നല്ല ശുദ്ധമായ ഗീയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. വയനാടൻ പശുക്കളിൽ നിന്ന് എടുക്കുന്ന പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മായം ചേരാത്ത ഗീയാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഗീ നിങ്ങൾ കഴിക്കണം. ഗീ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കഴിക്കേണ്ടത്, നമ്മൾ ചുമ്മാ എന്തെങ്കിലും കുറെ ക്രീം ഒന്നും വാരി തേച്ച് ബാക്കി ഒരു ഹെൽത്ത് കാര്യങ്ങളും ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്കൊരു നല്ല തളിര് പോലത്തെ ഒരു ശരീരമോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ബോഡി ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കൊളാജൻ ഒക്കെ ഉണ്ടാവാൻ, വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടാവാൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ട ഘടകങ്ങളെല്ലാം ഉണ്ടായാലാണ് സെല്ലുകളെല്ലാം നല്ല റിജിനേറ്റ് ചെയ്യുമ്പോൾ സെല്ലുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സെല്ലുകൾ പുതിയത് ചത്തുപോയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നല്ലതായിട്ട് വരണമെങ്കിൽ, ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ അപ്പൊ കൊടുക്കുന്ന എന്താണോ നമ്മുടെ ശരീരത്തിലുള്ള വിറ്റാമിനും മിനറലും ഈ ധാതുക്കളെല്ലാം വലിച്ചെടുത്തിട്ടാണ് സെല്ലുകൾ ഇതാകുന്നത്. അപ്പൊ നമ്മൾ എന്താണോ കൊടുത്തേക്കുന്നത് ഒന്നും അവിടെ ഇല്ലെങ്കിൽ എല്ലാം കൂടി ചുക്കിച്ചുളിഞ്ഞ് ഒരു ഹെൽത്തും ഇല്ലാതെ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ ഉള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറും. നമ്മുടെ ആ ഒരു കോർ ജീൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. ബാക്കി എല്ലാം, അതായത് കണ്ണിലെ കൃഷ്ണമണിയും എല്ലും ഒക്കെ മാത്രമേ മാറാതിരിക്കുന്നുള്ളൂ. ബാക്കി മൊത്തം നമ്മൾ 1 വർഷം അല്ലെങ്കിൽ 1.25 വർഷം കൊണ്ട് നമ്മൾ പുതുക്കപ്പെടുന്നുണ്ട്. ഓരോ സെല്ലും പുതുക്കപ്പെടുന്നുണ്ട്. ഹാർട്ടിന്റെ ഇത് മാറുന്നില്ല, മസിലിന്റെ ബാക്കി എല്ലാം മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് മാറുന്നത്. അപ്പൊ നമ്മൾ മില്ലറ്റ്സ് ഉറപ്പായിട്ട് കഴിക്കണം. ഇത് നല്ല ഫൈബറാണ്, പ്രോട്ടീനാണ്, അതുപോലെ മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, എല്ലാം ഉണ്ട്, വിറ്റാമിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സൂപ്പർ സാധനമാണ് ഇത്. എന്തായാലും ഇത് ചെറു വിത്തുകളാണ്. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഈ മില്ലറ്റ്സ് എന്താന്ന് പോലും അറിയത്തില്ല. നിങ്ങൾ മേടിച്ച് നോക്കും, അപ്പൊ മനസ്സിലാവും. ഏത് ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും നിങ്ങൾ മില്ലറ്റ്സ് കഴിക്കുമെന്ന് പറയും. ഓവർ കഴിക്കരുതെന്ന് പറയും. ഓവർ കഴിക്കണ പ്രോട്ടീൻ ഓവർ ആവരുത്. അപ്പൊ പിന്നെ ഇങ്ങനെ യൂറിക് ആസിഡ് ഒക്കെ കൂടി പ്രോട്ടീൻ ഓവറായിട്ട് കിഡ്നിക്കൊക്കെ പിന്നെ ഓവർലോഡായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല. ആവശ്യത്തിന് കഴിച്ചാൽ സൂപ്പറാണ് സാധനം. അങ്ങനെയാണ്. അപ്പൊ ഈ ആഴ്ച ഞാൻ മില്ലറ്റ്സിലേക്ക് വീണ്ടും മാറും. അപ്പൊ ഞാനത് മേക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇടാം. അപ്പൊ ഇതൊക്കെയാണ് ഇനി നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലാബിലും കൂടി പോകണമെന്ന് പറഞ്ഞല്ലോ. അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടൊന്ന് യൂറിക് ആസിഡും പിന്നെ നമ്മൾ വല്ല പ്രീ ഡയബറ്റിക് ആവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി HbA1c എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി പൈസ ഒന്നുമില്ല. അത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യണം. എല്ലാവരും ലേഡീസും അതുപോലെ പുരുഷന്മാരാണെങ്കിലും അത് ചെയ്യണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കാർബോഹൈഡ്രേറ്റും അതും ഇതും എല്ലാം പുറമേ നിന്നുള്ള ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി 3 മാസത്തെ നമ്മുടെ ഒരു ഷുഗർ ലെവല് പിന്നെ ബ്ലഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഷുഗർ ലെവലിന്റെ ഒരു റീഡിംഗ് എടുക്കുന്ന രീതിയാണ് HbA1c എന്ന് പറയുന്നത്. ഞാനിവിടെ എഴുതിയിട്ടേക്കാം, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഈ ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ അതൊന്ന് ചെയ്തേക്കാൻ നോക്കിയാൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ യൂറിക് ആസിഡും വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യും, യൂറിക് ആസിഡ് ചെക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ തോന്നിയാൽ ചിലപ്പോൾ ക്രിയാറ്റിനും അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലുവേദന അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു കാലുവേദന, ഒത്തിരി നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. എന്നാലും യൂറിക് ആസിഡ് ഒന്ന് നോക്കിയേക്കാം. ഒത്തിരി അതും ഇതും കടലവർഗ്ഗങ്ങളും അങ്ങനെ ആക്ച്വലി കടലവർഗ്ഗങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും കഴിക്കുന്നതുകൊണ്ടല്ല യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ ഒത്തിരി ഷുഗറും കാർബോഹൈഡ്രേറ്റും കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പുറമേ പോകുമ്പോൾ അശ്വിനാണെങ്കിൽ ഒരു ലിമിറ്റും ഇല്ല. അപ്പൊ പുറമേന്ന് അതും ഇതൊക്കെ മേടിച്ചു കഴിക്കും. അപ്പൊ ഞാനും ഇത് കാണുമ്പോൾ ആർത്തി കയറിയിട്ട് ഞാനും അതും ഇതൊക്കെ മേടിച്ചു കഴിക്കും. പൊറോട്ടയും ഇങ്ങനെ ഷെയ്ക്കും ഫലൂദയും അതും ഇതുമെല്ലാം മേടിച്ചു കഴിക്കും. കാണുമ്പോൾ നമുക്ക് കൺട്രോൾ പോകും. കൊതി എന്തോരമൊക്കെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നത് മനുഷ്യനല്ലേ പിള്ളേ. അങ്ങനെ അപ്പൊ ഞാൻ ഏതെങ്കിലും ഒക്കെ കഴിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി അല്ലാതെ വീട്ടിൽ നിന്ന് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോൾ മേ ബി യൂറിക് ആസിഡ് ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഷുഗറും കാർബോഹൈഡ്രേറ്റും കൂടുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല ഞാൻ ഇച്ചിരി തടിച്ചു കൊഴുത്തു പോലെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ യൂറിക് ആസിഡും ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. കാലുവേദനയും കൈവേദനയോ കാലിനൊരു നീരൊക്കെ തോന്നിയാല്
അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് നിന്നിട്ട് എനിക്ക് കുറേ ജോലിയുണ്ട്. അപ്പൊ കുറച്ച് കാലിനൊക്കെ ഒരു ചെറിയൊരു നീര് പോലെ, ഒരു വേദന പോലെ അങ്ങനെ. അപ്പൊ ഞാൻ ഓർത്ത് ഒന്ന് യൂറിക് ആസിഡ്. പിന്നെ കഴുത്തില് മസാജ് വീഡിയോ ഇട്ടപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാർന്നോന്ന് അറിയത്തില്ല, എന്റെ കഴുത്തിൽ കുറെ അരിമ്പാറ പോലെ ചെറിയ ചെറിയ പാലുണ്ണികൾ പോലത്തെ ഉണ്ട്. അത് മേ ബി വാട്സ് എന്ന് പറയുന്നത് നമ്മുടെ അരിമ്പാറ ആയിരിക്കാം. അരിമ്പാറയാണെങ്കിൽ ഇങ്ങനെ പടർന്നു പിടിക്കും കുറച്ചൊക്കെ, അങ്ങനെയാണ്. അപ്പം അതിന് ഞാനൊരു മരുന്ന് മേടിച്ചിട്ടുണ്ട്, സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ചോദിച്ചാൽ കിട്ടും. ആക്ച്വലി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും, അത് മേടിക്കുക. എന്നിട്ട് അത് പിന്നെ സ്കിന്നിലൊന്നും ആവരുത്, ആ ഒരു അരിപ്പാറയിൽ മാത്രം നമുക്ക് തുള്ളിയായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പൊഴിഞ്ഞു പോയിക്കോളും. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുടി കെട്ടിയിട്ടൊക്കെ അരിപ്പാറ കളയുന്ന ഒരു പരിപാടിയുണ്ട്. അതും സക്സസ് ആയിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താൽ ടൈറ്റ് ആയിട്ട് അരിപ്പാറയുടെ ചുറ്റും നമ്മുടെ തന്നെ ഒരു മുടി പറിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ രക്തയോട്ടം നിലച്ചിട്ട് പൊഴിഞ്ഞു പോയിക്കോളും. അതും സക്സസ് ആണ്. അങ്ങനെയാണ്. എനിക്കിപ്പോ കെട്ടിത്തരാൻ ആരുമില്ല. അങ്ങനെ അതുകൊണ്ട് ഇപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ മരുന്ന് വെച്ചിട്ട് തന്നെ കളയാന്ന് ഓർത്ത് അങ്ങനെ ഞാൻ തേക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ അരിമ്പാറയാണെങ്കിൽ ഓക്കെ, അത് ആ വഴി പോട്ടെ. അല്ലാതെ ചില സമയത്ത് അരിമ്പാറ പോലെ ഇങ്ങനെ വാട്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരീരം തരുന്ന ഒരു സിഗ്നലാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി ഷുഗർ ഉണ്ട്, ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അടിയുന്നുണ്ട്, വേണേ സൂക്ഷിച്ചോ. പ്രീ ഡയബറ്റിക് സിംറ്റംസ് ആണിത്. ഫ്യൂച്ചറിൽ ഇതൊക്കെ ഡയബറ്റിക് ആവാനുള്ള സാധ്യതയുണ്ട്. വേണേ സൂക്ഷിച്ചോ എന്നുള്ളൊരു സിംറ്റംസ് ആണ് ഇങ്ങനത്തെ നമ്മുടെ കഴുത്തിൽ ഒത്തിരി ഇങ്ങനെ അരിമ്പാറ പാലുണ്ണികൾ പോലെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്റെ കഴുത്തിൽ കുറച്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം മേ ബി ഇങ്ങനെ ഇതൊക്കെ കൂടിയിട്ടായിരിക്കും. അതും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന് ഓർത്താണ് HbA1c ഞാൻ ടെസ്റ്റ് ചെയ്യാമെന്ന് ഓർക്കുന്നത്. പ്രീ ഡയബറ്റിക് ആണോ എന്ന് അറിയാൻ വേണ്ടി, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഡയബറ്റിക് വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിന്റെ ഒരു വാല്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അതിനും പോകണം, നമുക്ക് കൊറിയറും കൊടുക്കണം, അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ കൊറിയർ റൂമിലേക്ക് പോകാം. പാക്കിങ്ങും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഗീ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്റെ അടുത്തുനിന്ന് മേടിക്കണം കേട്ടോ. അതുപോലെ തന്നെ ബില്ലിപ്സ് മേടിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്, അറിയാലോ. കുറേ ഒതന്റിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ലിപ്സ്റ്റിക് ലിപ്പ മുതല്, പിന്നെ ചുക്ക് കാപ്പി മുതല്, പിന്നെ എന്തൊക്കെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ചിയാ സീഡ്, അശലേരി എല്ലാം ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കയറി നോക്കൂ. കാറ്റലോഗ് കാണാം അവിടെ. കാറ്റലോഗിലേക്ക് കയറി നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി പ്രൊഡക്ട്സ് നമ്മുടെ അടുത്തുണ്ടാവും. ഓരോന്നോരോന്ന് പൈസ ഉള്ളതനുസരിച്ച് ഓരോന്നോരോന്നൊക്കെ മേടിച്ച് പിന്നെ തുടങ്ങൂ. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഇംപ്രൂവ് ആക്കൂ. ഹെൽത്ത് മാത്രമല്ല സന്തോഷവും. നമ്മളെ തന്നെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇതുപോലെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കെയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും, സന്തോഷം കൂടും. നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറും. അതാണ് ഒരു സെൽഫ് കെയർ, ഒരു എന്താ പറയാ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇച്ചിരി കാലമല്ലേ ജീവിക്കാനുള്ളൂ. അതപ്പോ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം. സന്തോഷമായിട്ട് തിന്നും കുടിച്ചും എൻജോയ് ചെയ്തും നമ്മളെ തന്നെ നമ്മൾ നല്ല മിടുക്കികളാക്കി വെച്ചും എന്നിട്ട് പിന്നെ അങ്ങ് ചത്തുപോകുമല്ലോ ഒരു ദിവസം. അതെല്ലാരും ചത്തുപോകും, ആരും പിടിച്ചു നിൽക്കത്തില്ലല്ലോ. അപ്പൊ ഓക്കെ, അതങ്ങനെ പോട്ടെ. അതുവരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലേ. അല്ലാതെ ആദ്യം കൊണ്ട് കുറേ ടെൻഷൻ അടിച്ച് വെറുതെ കുറെ പണിയെടുത്ത് കുറേ കൂട്ടി വെച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ചത്തുപോയിട്ട് എന്താ കാര്യം? കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം അല്ലെ. ഒരു നല്ല ഡ്രസ്സൊക്കെ മേടിച്ച് ഇട്ട് കുറച്ച് നമ്മളുടെ തന്നെ കെയർ ഒക്കെ ചെയ്യാനുള്ള സംഗതികളും വെച്ച് ഇച്ചിരി നമുക്ക് നല്ല സാധനങ്ങളൊക്കെ കഴിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ വേണം നമ്മൾ പിന്നെ കുറച്ച് നാളും ജീവിച്ചിട്ട് ചത്തുകിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത്രയുള്ള ജീവിതം വളരെ സിമ്പിളാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി മഞ്ഞൾ റൂമിലേക്ക് പോകാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മസാജ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് കുറേ പേര് ചോദിച്ചിരുന്നു. ഞാൻ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ എന്റെ ലിങ്ക് തരാം. ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അതൊരു നൈറ്റിയാണ്, സ്ലീവ്ലെസ് ആയിട്ടുള്ള നൈറ്റിയാണ്. നല്ലതാണ്, കുഴപ്പമില്ല, നല്ല കളറൊക്കെയാണ്. അങ്ങനെ അത് കൊടുക്കാം. പിന്നെ ഈ ഡ്രസ്സ് ചോദിക്കണ്ട, ഇത് നമ്മൾ എസ് ഭാരതിൽ ഞാൻ അന്നൊരു ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇടയ്ക്ക് യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സ് വരും, അങ്ങനെ ഒറ്റ ഡ്രസ്സ് വരും. ഇപ്പൊ ഈ ഡ്രസ്സ് ഇനി ആ കടയിൽ ഉണ്ടാവത്തില്ല, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ തപ്പിയെടുക്കുന്നതാണ് ചില ഡ്രസ്സുകൾ. ഇത് അങ്ങനെ എടുത്താണ്. അപ്പം പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ മഞ്ഞൾ റൂമിലേക്ക് പോകാം. ഇനി വിശേഷങ്ങളാക്കാം അവിടെ നിന്ന് പറയാം. വായോ. നമ്മള് ഫേസ് മസാജ് ഓയിലിന്റെയും പിന്നെ ഫേസ് മസാജ് ചെയ്യുന്ന വിധം എങ്ങനെയാന്നുള്ളതിന്റെയും ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പ്രോഡക്റ്റുകളുടെ കൂടെ തന്നെ മസാജ് ഓയിലും അതുപോലെ തന്നെ ബോഡി മോയ്സ്ചറിന്റെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നാളെ എനിക്ക് ഇത്രയും ഒന്നിച്ച് രാവിലെ പാക്ക് ചെയ്ത് വീട്ടിൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ കുറെ എണ്ണം ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് അത് ഇത്രയൊക്കെ ഇപ്പൊ പാക്ക് ചെയ്ത് വെക്കാന്ന് ഓർക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. ബാക്കിയുള്ളത് നാളെ. പിന്നെ കുറെ റിപ്ലൈ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത്രയും ഞാൻ ചെക്ക് ചെയ്തു. അത് ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് വെക്കും. ബാക്കിയുള്ളത് നാളെ രാവിലെ എല്ലാം കൂടി പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നിച്ചാണ് കൊണ്ടുപോകുക. കുറച്ച് പോസ്റ്റ് ഓഫീസിൽ അയക്കാനുണ്ട്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് DTDC കൊറിയറിൽ അയക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പൊ എന്റെ ഇന്നത്തെ പരിപാടി. ഞാൻ ചോറിട്ടിട്ടില്ല. അതിനു മുമ്പ് ഇത് കുറെ ഇത്രയെങ്കിലും പാക്ക് ചെയ്ത് വെക്കാം, ചെക്ക് ചെയ്തത് ഞാൻ ഓർത്തിട്ട് വരുവാ.
ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾ റൂം എന്ന് പറയുന്ന പാക്കിംഗ് റൂം. ഇവിടെ ഞാൻ കുറച്ച് ഓപ്പൺ ഷെൽഫുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാക്കിംഗ് കവറുകളും അതുപോലെയുള്ള പ്ലാസ്റ്റർ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിന്റെ ഓപ്പൺ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് എടുക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ രാവിലെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പം പിന്നെ മാത്രമല്ല നമുക്ക് മുകളിൽ ഒരു സ്റ്റോക്ക് റൂമുണ്ട്. ആ ഒരു സ്റ്റോക്ക് റൂമിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ ഒരു 3 ദിവസമൊക്കെ കൊടുക്കാനുള്ളത് കണക്കാക്കി ഞാൻ താഴേക്ക് കൊണ്ടുവെക്കും. ഇത് നമുക്ക് ഓർണമെന്റ്സ് പുതിയത് ഒരു സെക്ഷനും കൂടി വന്നാണ്. ഇതിന്റെ എല്ലാ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അങ്ങനെയാണ്. ഇത് ഗരം മസാല, അതുപോലെ ഗീ, അതുപോലെ ഓരോ ഐറ്റംസും ഇതുപോലെ ഞാൻ 1-2 കബോർഡുകളുണ്ട് ഇവിടെ തന്നെ. അപ്പൊ ആ കബോർഡുകൾ ക്ലോസ്ഡ് കബോർഡുകൾ. അപ്പൊ ഇവിടെ ഞാൻ ഇതുപോലെ നന്നായിട്ട് അടുക്കി വൃത്തിയായിട്ട് വെക്കും. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് ഓരോന്നും പിന്നെ എടുത്ത് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് പാക്ക് ചെയ്യാൻ, ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് പാക്ക് ചെയ്തൊക്കെ വിടാൻ കുറേ സമയമെങ്കിലും എനിക്ക് ലാഭിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ്. അപ്പം ഒരു 3 ദിവസം കണക്കാക്കി, അല്ലെങ്കിൽ 2 ദിവസം, പിന്നെ ചിലതൊക്കെ ഇന്ന് തന്നെ തീരും. അപ്പൊ ഞാൻ വീണ്ടും മിക്ക ദിവസം വൈകുന്നേരം ഒരു 5 മിനിറ്റ് ഞാൻ എടുത്തിട്ട് മുകളിൽ നിന്ന് സ്റ്റോക്ക് റൂമിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ മില്ലറ്റ്സ്. ഇതിപ്പോ ഒരു 2 ദിവസം 3 ദിവസം കൊടുക്കാനുള്ള മില്ലറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ്. ബാക്കിയുള്ള ഒരേ പ്രൊഡക്റ്റുകൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ തീരുന്നപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മുകളിൽ നിന്ന് എടുക്കുമ്പോഴും താഴെ ഇവിടെ കൊണ്ടുവെക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുക ഏകദേശം ഏത് പ്രൊഡക്റ്റാണ് പെട്ടെന്ന് തീരുന്നതെന്ന്. അപ്പൊ അതനുസരിച്ച് ഞാൻ പുതിയതായിട്ട് വീണ്ടും മേക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇത് വടകം എന്ന് പറയുന്ന കേട്ടോ. ചക്കപ്പപ്പടവും വടകവും ഒക്കെ നമ്മൾ സെയിലുണ്ട്. ചക്കപ്പപ്പടം ഇപ്പൊ തീർന്നിരിക്കുവാണ്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ലിബാമാണ്. മറ്റത് റെഡ് ലിപ്സ്റ്റിക് ആണ്. ആ ഒരു രീതിയിലെല്ലാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആശാളി ഏരി, അതുപോലെ നമ്മുടെ റോസ് മേരി ലീവ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കാം. പ്ലസ് ഇത് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും തലയോട്ടിൽ. മുടി നന്നായിട്ട് വളരും, മുടി പൊഴിച്ചിലും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് റോസ് മേരി എല്ലാവരും നമ്മുടെ അടുത്ത് മേടിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അപ്പൊ എല്ലാം തന്നെ ഞാനിങ്ങനെ, ഇത് ഹെയർ ഓയിലാണ്, ഹെയർ ഗ്രോത്ത് സീറോ ഒക്കെയാണ്. അപ്പൊ എല്ലാം ഇങ്ങനെ കബോർഡിൽ, ക്ലോസ്ഡ് കബോർഡിലും കൂടി വെക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പാക്കിംഗ് റൂം എന്ന് പറയുന്നത്. ഈ ഒരു നമുക്ക് മുകളിൽ സ്റ്റോക്ക് റൂമിൽ നിന്ന് ഒരു 4-5 ദിവസത്തേനോ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തേനൊക്കെ കണക്കാക്കി ഞാൻ തിങ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ഈ കബോർഡുകളിലേക്ക് വെക്കും. എന്നിട്ട് ഇത് തീരുമ്പോൾ വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് സൗകര്യത്തിൽ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഒരു വേ മെഷീൻ ഉണ്ട്, പിന്നെ പ്ലാസ്റ്റർ, കത്രിക, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ലാസ്റ്റ് നമ്മൾ ഓരോന്ന് പാക്ക് ചെയ്തിട്ട് വെയിറ്റ് നോക്കിയിട്ട് ഇതേപോലെയുള്ള ഇത് ഒട്ടിക്കുന്ന ഈ ഒരു പേപ്പറിലേക്ക് വെയിറ്റും കൂടി എഴുതി വെക്കും. അപ്പൊ നമുക്കത് 2 കാര്യത്തിന് ഉപകരിക്കും. ഒന്ന്, നമുക്ക് എത്രയുണ്ടെന്നുള്ള അവർക്ക് പെട്ടെന്ന് അത് വെയിറ്റ് നോക്കിയിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. പ്ലസ് നമുക്ക് രണ്ടാമതൊരു സംശയം വന്നാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അയച്ചോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിലും എനിക്കതിന്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രോഡക്റ്റുകൾക്ക് ഇത്ര വെയിറ്റ് നമുക്കുണ്ടല്ലോ, അപ്പൊ നമുക്കറിയാം ആ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് അത് സെയിം സാധനം ഒന്നോടെ എടുത്തിട്ട് ഇവിടുന്ന് വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതും നമുക്ക് ഒരു സേഫ്റ്റി കാര്യം തന്നെയാണ് നമ്മൾ അങ്ങനെ വെയിറ്റ് എഴുതുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട്, പിന്നെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ മൂടുമേശ അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും, അവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് പിന്നെ ഒന്നോടെ ചെക്ക് ചെയ്യും, ഇത് തന്നെ അല്ലേ, നമ്മൾ ഇത്ര നമ്പർ തന്നെ ബുക്കിലേക്ക് എഴുതിയേക്കുന്ന നമ്പർ തന്നെ അല്ലേ, അഡ്രസ് തന്നെ അല്ലേ, നമ്മളെല്ലാം ഉണ്ടല്ലോ, അങ്ങനെയും കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബാഗിലേക്ക് ആക്കി, അങ്ങനെയും കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബിഗ് ഷോപ്പറിലേക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊറിയറിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊക്കെയാണ് ഇവിടെ നമ്മുടെ മഞ്ഞൾ റൂമിൽ നടക്കുന്നത്. ഇത് ഞാൻ മഞ്ഞൾ റൂം എന്ന കസ്തൂരി മഞ്ഞളാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത്, അതുകൊണ്ട് അതിന് മഞ്ഞൾ റൂം എന്ന് ഇട്ടേക്കുന്നതാണ് പേര്. അപ്പൊ ഇതിനകത്തുനിന്ന് പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇനി നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ടെസി എന്ന് പറയുന്ന നമ്മുടെ ഒരു കസ്റ്റമർ, ഒരു പെങ്കൊച്ചാണ് കേട്ടോ, എപ്പോഴും എനിക്ക് മെസ്സേജ് ഒക്കെ വിടുന്നതാണ്. അവള് ആവശ്യപ്പെട്ടിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ 5 പാക്കറ്റ്, അതുപോലെ റെഡ് ലിപ്സ്റ്റിക് 1, പിങ്ക് ലിപ്സ്റ്റിക് 2 എണ്ണം, പിന്നെ മോയ്സ്ചർ 1 എണ്ണം, പിന്നെ ഗരം മസാല 500, 1/2 കിലോ ഗരം മസാലയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആദ്യം പാക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ, ഗരം മസാലയുണ്ട്, ഒത്തിരി നല്ലതാണ്. എല്ലാത്തരം നോൺ വെജിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, മീനൊഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ചേർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗരം മസാല നമ്മൾ ചെയ്യലുണ്ട്. നമ്മൾ തന്നെ എല്ലാം കഴുകി ഉണങ്ങി പൊടിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് അടിപൊളിയാണ്, ഒത്തിരി നല്ലതാണ്. ഈവൻ ബിരിയാണിക്കൊക്കെ നമുക്കത് ചേർക്കാവുന്നേ ഉള്ളൂ, അത്ര രുചിയുള്ളതാണ്. മേടിച്ച് നോക്കി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. വീണ്ടും എല്ലാവരും റിപ്പീറ്റ് മേടിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഞാൻ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗരം മസാലയൊക്കെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം തന്നെ അങ്ങ് പാക്കിങ് തുടങ്ങാം. സുമാ സധു എന്ന് പേരുള്ള നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള നമ്മുടെ ഒരു കസ്റ്റമറാണ്. പപ്പായയുടെ 2 സോപ്പും ഫേസ് പാക്ക്, അതുപോലെ തന്നെ മോയ്സ്ചർ 4 എണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗീ 1 കിലോ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ മസാജ് ഓയിൽ 1 ബോട്ടില്, റെഡ് ലിപ്സ്റ്റിക്, പിങ്ക് ലിപ്സ്റ്റിക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് പാക്ക് ചെയ്യാം. പപ്പായയുടെ സോപ്പിനെ കുറിച്ച് ഞാൻ പറയാവേ, ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ.
ഇതാണ് നമ്മുടെ പപ്പായയുടെ സോപ്പ്. ഒത്തിരി നല്ലതാണ്. നമ്മൾ പുറമേ ഇഷ്ടംപോലെ സോപ്പ് കിട്ടും, ഓക്കെ. പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി സോപ്പ് ബേസ് മേടിച്ചിട്ട് നമ്മൾ എസൻഷ്യൽ ഓയിലുകളും ബാക്കിയുള്ള സംഗതികളും ഒക്കെ ചേർത്ത് വൃത്തിയായിട്ട് നല്ല എന്താ പറയാ, ഇത് പപ്പായയുടെ ജ്യൂസും അതുപോലെ പപ്പായയുടെ എക്സ്ട്രാക്റ്റും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്, തേർഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പം നാച്ചുറൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സോപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ബേസ്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സോപ്പ മേടിക്കുന്നെങ്കിൽ അത് ഒട്ടും മൊരിയത്തില്ല. കാരണം അതില് ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ അത് ചേർത്തിരിക്കുന്ന ഘടകങ്ങളൊക്കെ ഒത്തിരി നല്ലതാണ്, ക്വാളിറ്റി ഉള്ളതാണ്. പപ്പായയുടെ ജ്യൂസും എക്സ്ട്രാക്റ്റും എല്ലാം ചേർത്തിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെട്ടുനെയ്യൊക്കെ ചേർത്തിട്ട് വരെ സോപ്പ് മേക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗുണം നമുക്ക് കിട്ടും. ഗുണം എന്ന് വെച്ചാൽ ഒട്ടും മൊരിയത്തില്ല, അത് ഞാൻ പ്രോമിസ് തരാം. അപ്പൊ ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ നിന്ന് ഒത്തിരി മേടിക്കുന്നുണ്ട് പപ്പായയുടെ സോപ്പ്. അധികം റേറ്റും ഇല്ല. നിങ്ങൾ എന്തായാലും ഇത് ഒരു വട്ടം ഒന്ന് മേടിച്ച് നോക്കൂ. നല്ല സ്മെല്ലും, നല്ല കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ചില സോപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നാൽ മേത്ത് മുഴുവൻ ഒരു പൂതം പിടിച്ച പോലെ ഒരു വെള്ള പാട പോലെ കാണാം അല്ലെ. അതിലുപയോഗിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളുടെ ഇതുകൊണ്ടാണ്. പിന്നെ അത് മറയ്ക്കണമെങ്കിൽ നമ്മൾ കുറെ എണ്ണയൊക്കെ വാരിപ്പൊത്തി അല്ലെങ്കിൽ ക്രീമൊക്കെ വാരിപ്പൊത്തി ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ചില സോപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെയല്ല, ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് അടിപൊളിയാണ്. ഇത് ഒത്തിരി എല്ലാവരും മേടിക്കുന്ന പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഒത്തിരി മൂവ് ചെയ്യുന്ന നമ്മുടെ ഒരു ഐറ്റമാണ് പപ്പായയുടെ സോപ്പ് എന്ന് പറയുന്നത്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. പിന്നെ ഗീയുടെ വിശേഷം ഞാൻ പറയണ്ടല്ലോ, ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് അറിയാലോ, ഗീ അപ്പോ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. 1 kg വെച്ചും 1/2 കിലോയുടെ ഒരു ബോട്ടിൽ വെച്ചാണ് നമ്മളെടുത്തുള്ളത്. അത് രണ്ടെണ്ണം മേടിക്കും, ചിലർ 3 മേടിക്കും, അങ്ങനെ ആ രീതിയിൽ. അപ്പൊ ഗീ ആവശ്യപ്പെട്ടിട്ടുണ്ട് 1 kg. പിന്നെ മസാജ് ഓയിലിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒത്തിരി നല്ലതാണ്. റോസാപ്പൂക്കളുടെ പെറ്റലും അതും പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ, നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ള വെളിച്ചെണ്ണയിലാണ്, അമ്പലത്തിൽ നിന്ന് കൊപ്ര മേടിച്ചിട്ട് അത് ആട്ടിച്ചിട്ടുള്ള വെളിച്ചെണ്ണയിലുണ്ടാവും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നല്ലതാണ്. ഞാൻ കാണിച്ചല്ലോ ലാസ്റ്റത്തെ വീഡിയോയില്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മോയ്സ്ചർ, അതുപോലെ ബോഡി മോയ്സ്ചറാണ്. ബോഡി മോയ്സ്ചർ 4 എണ്ണമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൊടുക്കാനായിരിക്കും, ഒന്നെങ്കിൽ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക്. അതാ ലാഭം. അപ്പൊ ഒറ്റ കൊറിയർ ചാർജിൽ പോയിക്കോളൂല്ലോ. കൂടെയുള്ളവരോടും കൂടി ചോദിച്ചാൽ ഏതൊക്കെ പ്രൊഡക്റ്റ് വേണമെന്ന് മേടിക്കുകയാണെങ്കിൽ ഒറ്റ കൊറിയർ ചാർജിൽ അങ്ങ് പോയിക്കോളൂല്ലോ. അങ്ങനെയാണ്. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് പാക്ക് ചെയ്യാം. കഴിയുമ്പോൾ ഞാൻ ഒന്നോടെ ചെക്ക് ചെയ്യും. പപ്പായ 2 എണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫേസ് പാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ മോയ്സ്ചർ 4 എണ്ണം. അപ്പോൾ മോയ്സ്ചർ 4 എണ്ണം. ഓക്കെ. ഗീ 2 എണ്ണം. ഓക്കെ. പിന്നെ ഫേസ് മസാജ് ഓയിലുണ്ട്. ലിപ്സ്റ്റിക്ക് റെഡും പിങ്കും ഉണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് പാക്ക് ചെയ്യാം. വലിപ്പത്തിലുള്ള കാർട്ടൂൺ ഉണ്ട് ഇവിടെ, പല വലിപ്പത്തിലുള്ള കാർട്ടൂൺ ഉണ്ട് ഇവിടെ. അപ്പൊ ഇതില് നമുക്ക് ഏകദേശം കൊള്ളുന്ന ഒരു കാർട്ടൂൺ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് നമുക്ക് ഗീ പൊട്ടാതെ സേഫ് ആയിട്ട് കവറിലും കൂടി പാക്ക് ചെയ്തിട്ട് വിടാം. ഇൻ കേസ് പൊട്ടിയാലും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാർട്ടൂൺ ആയതുകൊണ്ട് പൊട്ടൂല, എന്നാ കസ്റ്റമറുടെ ഈ ഒരു ഇന്നത്തെ പ്രോഡക്റ്റ് നമ്മൾ സേഫ് ആയിട്ട് പാക്ക് ചെയ്തു. ഇനി ഇത് നേരെ നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവെക്കും. ഫൈനലി പിന്നെ ലാസ്റ്റ് ഒന്നോടെ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്യാരി ബാഗിലേക്ക് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഞാൻ ഓരോന്ന് വേഗം പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇനി നമ്മുടെ അടുത്ത കസ്റ്റമർ ഇന്ദു കൊല്ലത്തു നിന്നുള്ളതാണ് കേട്ടോ. ആശാളി അരിയും ചിയാ സീഡും ഫേസ് മോയ്സ്ചറും പിന്നെ ലിപ്സ്റ്റിക് പിങ്ക് പിന്നെ മില്ലറ്റും ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ലിപ്സ്റ്റിക് പിങ്കും മില്ലറ്റും മോയ്സ്ചറും പിന്നെ ഫേസ് മോയ്സ്ചർ എന്ന് എഴുതിയേക്കണേ. ആക്ച്വലി ഇത് ഫേസ് മോയ്സ്ചർ അല്ല, ബോഡി മോയ്സ്ചർ ആണ്. പക്ഷെ രാത്രി കിടക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും മുഖത്ത് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം കളയും. കാരണം സേഫ് ആണ് ഇതിലെ ഇൻഗ്രീഡിയന്റ്. വിവാക്സ് എസൻഷ്യൽ ഓയിലും കോക്കനട്ട് ഓയിലും ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. മുഖത്ത് വെച്ചിനോർത്ത് ഒരു കുഴപ്പവും പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുഖത്തുനിന്ന് മസാജ് ചെയ്തിട്ട് കിടന്നിറങ്ങി പിറ്റേ ദിവസം കളയുന്നത്. അതുകൊണ്ട് നമുക്ക് ഫേസ് മോയ്സ്ചർ എന്ന് പറയാം. ബോഡി മോയ്സ്ചർ ആണ്. പകൽ ടൈമൊക്കെ നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ്. പിന്നെ ആശാളിയരി നിങ്ങൾക്ക് അറിയാലോ, ഒരു കുഞ്ഞൻ വിത്താണ്. 1000 കണക്കിന് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ആശാളിയരിയും കരിഞ്ചീരകവും. നമ്മൾ ഒന്നിച്ചുള്ള പാക്കിലാണ്. ഞാൻ കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ ആശാളി അരി എന്ന് പറയുന്ന കുഞ്ഞൻ വിത്ത്. അടിപൊളിയാണ്, 100 ഗുണങ്ങളുണ്ട്. ഹോർമോണൊക്കെ ബാലൻസ് ആകാനും നമ്മൾ ലേഡീസ് ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇടാം കേട്ടോ. ആശാളി അരി, കരിഞ്ജീരകം. ഈ കരിഞ്ജീരകം പിന്നെ നിങ്ങൾക്ക് കിട്ടും. ആശാളി അരി നിങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. റെയർ ആയിട്ട് നമ്മൾ കാണുന്ന പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മേടിച്ചോളൂ, ഇല്ലെങ്കിൽ എന്റെ അടുത്ത് മേടിച്ചോളൂ. അത്രയും ഗുണങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഇതിനെ പ്രീവിയസ് വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അതിലിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ചിയാ സീഡാണ്. ഇത് ഉറപ്പായിട്ട് നമ്മൾ കഴിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെയാണ്. വെള്ളത്തിൽ കുതിർത്ത് മാത്രമേ ചിയാ സീഡ് കഴിക്കാവുള്ളൂ. ഇത് വെള്ളം വലിച്ചെടുത്ത് അബ്സോർവ് ആവും. വെറുതെ ഇത് വാരിപ്പറക്കി തിന്നാൽ തൊണ്ടയിൽ തങ്ങി ചത്തും പോകും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്തായാലും വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളം കുടിച്ച് വീർക്കും. അപ്പൊ നമ്മൾ കുടിക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡിലേക്കൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലേക്കൊക്കെ ഇടാം. ഇതാണേലും വേണമെങ്കിൽ വറുത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് വേണമെങ്കിൽ ഇടാം. എന്ത് വേണേ ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ അമൻ കെ എന്നാണ് കേട്ടോ. കാലിക്കറ്റ് എന്നുള്ള പഴശ്ശി കാലിക്കറ്റ് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞൾ 3 പാക്കറ്റ്, പിന്നെ മോയ്സ്ചർ 2 എണ്ണം, ഫേസ് പാക്ക് 3 എണ്ണം. നമുക്ക് 2 തരത്തിലുള്ള ഫേസ് പാക്ക് ആവുള്ള, ഒന്ന് രക്തശാലി ഫേസ് പാക്കും, ഒന്ന് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പ്ലെയിൻ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ മസാജ് ഓയിൽ 3 എണ്ണം, പിന്നെ ഹെയർ ഓയിൽ 2 എണ്ണം. അപ്പൊ നമ്മുടെ അടുത്ത് ഹെയർ ഓയിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ, ഞാനിപ്പോ കാണിച്ചു കൊടുത്തിൽ കണ്ടില്ലേ. ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഭയങ്കര നല്ലത്. ഹെയർ ഓയിൽ ഉപരി അതൊരു ഹെയർ ഗ്രോത്ത് സീറോ ആണ്. അതായത് നമ്മുടെ ഈ താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേച്ചിട്ട് ഒരു കുറച്ച് നമ്മൾ ഇത് കുറച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിലേക്ക് വെച്ചിട്ട് അതൊന്ന് പിന്നെ ഓയിൽ പോലെ ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിൽ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ 10 വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും, മിനിമം 5 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക വിരലും കൊണ്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ വിടുക. പിന്നെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമല്ലോ. കുളിക്കുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുക. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മൈൽഡ് ഷാമ്പു മേടിക്കുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഷാമ്പു ഉണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന. അപ്പൊ ആ ഷാമ്പു വേണമെങ്കിൽ അത് മേടിക്കുക. എന്നിട്ട് കൈ കളയാം. ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ മാക്സിമം 3 വട്ടം മാത്രമേ ഇത് യൂസ് ചെയ്താൽ മതി. അങ്ങനെ മുടിയൊക്കെ എല്ലാ ദിവസവും നമ്മൾ മുടി കഴുകി അതിൽ ഓയിൽ മുഴുവൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ട് ഈ ഒരു സ്കിന്നൊക്കെ പരപരാന്നായിട്ട് കൂടുതൽ ഡാമേജ് ആവുള്ളൂ ഹെയർ. അപ്പൊ സ്കിൻ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം ഒക്കെ മുടി കഴുകിയാൽ മതി. അതാണ് ഏറ്റവും മുടിക്ക് ഹെൽത്ത് കൊണ്ടുവരുന്നതെന്നാ പറയുന്നത്. ആ സീബം ഒക്കെ ഒഴുകിയിറങ്ങി നമ്മുടെ മുടിക്ക് ആ ഒരു മിനുസവും ആ ഒരു മോയ്സ്ചറൊക്കെ നിലനിൽക്കണമെങ്കിൽ എപ്പോഴും അത് കഴുകി കളയാതിരിക്കണം. അങ്ങനെയാണ്. എന്നാൽ എണ്ണ വാരി പൊത്തി നമ്മൾ കിടന്നുറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് കഴിയണം, അതൊട്ടും നല്ല പരിപാടിയല്ല. എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയണം. മസാജൊക്കെ ചെയ്തത് അബ്സോർവ് ആയി കഴിയുമ്പോൾ കഴുകി കളഞ്ഞ വൃത്തിയായിട്ട്. വൃത്തി വളരെ പ്രധാനമാണ് മുടി കൊഴിയാതിരിക്കാനും താരം പിടിക്കാതിരിക്കാനും കേട്ടോ. അപ്പൊ താരം മാറാൻ ബെസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയില്. അതുകൊണ്ട് ഈ ഹെയർ ഗ്രോത്ത് സിറൊന്നും കാണാൻ ചിലപ്പോൾ വാട്സപ്പില്, അല്ലെങ്കിൽ ഹെയർ ഓയിൽ സെയിം ആണ് കേട്ടോ. അത് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട്. രണ്ടും ആണ്, സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്തൂരി മഞ്ഞൾ 3 പാക്കറ്റും, മോയ്സ്ചർ 2, ഫേസ് പാക്ക് രക്തശാലി ഫേസ് പാക്ക്. അതെന്ന് വെച്ചാൽ റെഡ് റൈസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം റൈസ് ആണ്. പിന്നെ കേരളത്തില് കൃഷി ചെയ്യുന്നേ ഇല്ല. അത് വേറെ സ്ഥലത്ത് നമ്മൾ മേടിക്കുന്നതാണ്. പെർ kg 600 രൂപയൊക്കെ ഉണ്ട്. കുറെ പേർക്ക് ഞവരി അരിയാണോ റെഡ് റൈസ് എന്ന് ഡൗട്ട് ഉണ്ട്. അല്ല. കുറെ പേർക്ക് ഞവരി അരിയാണോ റെഡ് റൈസ് എന്ന് ഡൗട്ട് ഉണ്ട്. അല്ല, ഒരിക്കലും അല്ല. റെഡ് റൈസ് എന്ന് പറയുന്നത് വേറൊരു ജനുസാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. ഭയങ്കര പുരാതന കാലത്ത് സൗന്ദര്യപരമായ കാര്യങ്ങൾക്കും പിന്നെ രാജാക്കന്മാരുടെ ഒക്കെ കാലത്ത് രാജാവിനും രാജ്ഞിക്കും മക്കൾക്കും മാത്രമേ ഇത് കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പ്രജകൾക്കോ ബാക്കിയുള്ളവർക്ക് കൃഷി ചെയ്ത് കൊടുക്കാന്നില്ല, അവർക്ക് കഴിക്കാൻ അനുവാദം ഇല്ലാത്ത റൈസ് ആയിരുന്നു. കാരണം ഇതിന് അത്രയും ഗുണങ്ങൾ സൗന്ദര്യപരമായിട്ട് ഹെൽത്ത് പരമായിട്ട് ഉള്ളത് കൊണ്ട് VIP കൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടി അങ്ങനെ മാറ്റി വെച്ചിരുന്ന രാജഭരണകാലത്തൊക്കെ അങ്ങനെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും കഴിക്കാം. അങ്ങനെയാണ് മേടിച്ചാൽ നമുക്ക് കഴിക്കാം. അങ്ങനെയുള്ളതാണ് റെഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ബ്ലാക്ക് റൈസും ഉണ്ട് കേട്ടോ, റെഡ് റൈസും ഉണ്ട് കേട്ടോ. ഞാനിതെല്ലാം മേടിച്ചിട്ടുണ്ട്, കഴിക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ. അങ്ങനെയാണ്. ഇതൊക്കെ ഹൈ പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് എപ്പോഴും അരി വലിച്ച് കുറെ അങ്ങോ കഴിക്കാനും പാടില്ല. അങ്ങനെയാണ്. പക്ഷെ ഇത് സൗന്ദര്യപരമായ കാര്യങ്ങൾക്ക് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് രക്തശാലിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഈ റെഡ് റൈസ്. പിന്നെ ഒത്തിരി ആയുർവേദ മരുന്നുകളും അതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ അടിപൊളിയാണ് കൂട്ടുകാരെ. ഒത്തിരി മൂവ് ചെയ്യുന്ന ഐറ്റമാണ് രക്തശാലി ഫേസ് പാക്ക്. മേടിച്ചോളൂ. 2 ഇടുന്ന വിധം സെയിം തന്നെയാണ്. കസ്തൂരി മഞ്ഞളാണെങ്കിലും നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടൂ. ഞാൻ അതിന്റെ ഇടുന്ന വീഡിയോ ഒക്കെ റെക്കോർഡ് വോയിസ് വിട്ടുതരാം. അപ്പൊ അതാണ് നമ്മുടെ അമൻ കെ പഴശ്ശി കാലിക്കറ്റ് എന്നുള്ള ആൾക്ക്. അത് നമുക്ക് വേഗം പാക്ക് ചെയ്യാം. ഇനി നമ്മുടെ ആശാ രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പപ്പായുടെ 4 സോപ്പും ഫേസ് മസാജ് ഓയില് 1 ബോട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതും വേഗം പാക്ക് ചെയ്തിട്ട് കേട്ടോ. നമ്മുടെ
നമ്മുടെ രാജശ്രീ കെ ദയാ ഹോസ്പിറ്റല് തൃശ്ശൂരിൽ നിന്നുള്ള നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ വിടുന്നവരാണ് കേട്ടോ. ഫേസ് മസാജ് ഓയിൽ ഉണ്ട്, മോയിസ്ചർ ഉണ്ട്, ഫേസ് പാക്ക് ഉണ്ട്, ഗരം മസാല ഉണ്ട്, കോഫി നമ്മുടെ ചുക്ക് കാപ്പി എന്ന് പറയുന്നത് അതുണ്ട്, കറിമഞ്ഞൾ. കറിമഞ്ഞളുടെ കിശ പറയട്ടെ. കറിമഞ്ഞൾ എന്തായാലും നിങ്ങൾ പുറമേ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് യൂസ് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ മേടിച്ച് പൊടിപ്പിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് സേഫ് ആണെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് നിന്ന് മേടിക്കുക. നമ്മൾ കറിമഞ്ഞൾ വയനാടൻ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കഴുകി ഉണങ്ങി പാറ്റി പെറുക്കി എടുത്ത് വെക്കുന്നതാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് പൊടിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ 100% കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. കുർക്കുമിനുള്ള മഞ്ഞൾ കഴിച്ചിട്ടേ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ വയറിലെ പ്രശ്നങ്ങൾ ഒതുങ്ങാനും കാലുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാനും മഞ്ഞളുടെ ഗുണങ്ങൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, നിങ്ങൾ ഷോക്കിൽ പോകും. അത്രയും നല്ലതാണ്. എന്നാൽ ഇത് ഓവർ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറികളിൽ മാത്രം ചേർത്ത് കഴിച്ചാൽ മതി. കുറെ പേര് ഇങ്ങനെ പാലിലൊക്കെ ഇട്ട് കുടിക്കുന്ന അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കറികളിൽ നമ്മൾ ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടും. വളരെ കുറച്ച് അളവിൽ മതി നമുക്കൊരു ദിവസം നമ്മുടെ ശരീരത്തിന് മഞ്ഞളൊക്കെ. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ ശുദ്ധമായ ഈ ഒത്തിരി വീഡിയോസ് ഇതിനെ കുറിച്ച് കിടപ്പുണ്ട് യൂട്യൂബിലൊക്കെ. ഈ കറിമഞ്ഞൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്, അതായത് കളറും ഒത്തിരി കെമിക്കൽ, അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് മേക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇതിന്റെ കുർക്കുമിൻ റിമൂവ് ചെയ്യും, മരുന്ന് ആവശ്യങ്ങൾക്ക് കയറ്റി അയക്കും. അപ്പൊ അതിന്റെ ചണ്ടി വെറും ചണ്ടി കിട്ടും. അത് പ്രോസസ് ചെയ്തിട്ട് അതിലേക്ക് കളറും കെമിക്കലും ആഡ് ചെയ്യും. അപ്പം അത് ഫുൾ വേറെ ഒരു പ്രൊഡക്റ്റ് ആവും. മഞ്ഞൾ പോലെ ഇരിക്കും, ലുക്ക് വൈസ് മണവും ഉണ്ടാവും. പിന്നെ ലുക്ക് വൈസ് ഇങ്ങനെ മഞ്ഞ കളറിലുണ്ടാവും, പ്രത്യേക മഞ്ഞ കളറിൽ ഒരുമാതിരി തീ മഞ്ഞയായിരിക്കും അത്. അപ്പൊ അതിൽ ഒരു ഗുണം ഉണ്ടാവില്ല. പ്ലസ് അതിൽ ഒത്തിരി കെമിക്കൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് ക്യാൻസർ വരെ വരുത്താൻ സാധ്യതയുള്ള കെമിക്കൽ ആഡ് ചെയ്യുന്നതിന് ഒത്തിരി പഠനങ്ങളും യൂട്യൂബിൽ ഒത്തിരി ഡോക്ടേഴ്സിന്റെ വീഡിയോസും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക, ഉറപ്പുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കറിമഞ്ഞൾ ഒരു വട്ടം മേടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം 1/2 കിലോ അല്ലെ 1 കിലോ മേടിച്ചാൽ എത്ര കാലത്തേനുണ്ട്. അപ്പൊ അതല്ലേ നല്ലത്. വെറുതെ പൈസ മുടക്കി 100-200 ഗ്രാം വെച്ച് പുറമേ നിന്ന് പാക്കറ്റ് മേടിച്ചു വന്നിട്ട് അത് ചുമ്മാ വിഷം തിന്നുക, നമ്മുടെ ഹെൽത്ത് മുഴുവൻ പോവുക, ഫ്യൂച്ചറിൽ ക്യാൻസർ വരിക. അതാണ് വേണ്ടത്. ക്യാൻസറിനെ പോലും തടയാൻ പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടി തരുന്ന നമ്മുടെ ഒറിജിനൽ ഒറിജിനൽ മഞ്ഞൾ കറിമഞ്ഞൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ പോലെയുള്ളവരെ ഇന്ന് ഹോം മെയ്ഡ് ആയിട്ട് റെഡിയാക്കി കൊടുക്കുന്നവരെ ഇന്ന് മേടിച്ചിരിക്കും. അങ്ങനെയാണ്. ഒത്തിരി നമുക്ക് മൂവ് ചെയ്യുന്ന ഐറ്റമാണ് കറിമഞ്ഞൾ. അപ്പൊ അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പിന്നെ കോഫി ചുക്ക് കാപ്പി അത് നല്ലതാണ്. അപ്പൊ അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഫൈനലി നമ്മൾ ഇന്നത്തെ പ്രൊഡക്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ഓട്ടോ ചേട്ടനെയും കൂടി വിളിക്കണം. ഞങ്ങൾ പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അശ്വിനും ഓട്ടോ ചേട്ടനും കൂടി അത് എല്ലാം മുകളിൽ കയറ്റി കൊടുത്തോളൂ. പോസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ളത് സെപ്പറേറ്റ് ഇവിടെ ഉണ്ട്. അതെല്ലാം വേറെ ഒരു പാക്ക് ആക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാബിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞല്ലോ, ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് എന്തെങ്കിലും വെജിറ്റബിളോ അങ്ങനെയൊക്കെ മേടിച്ച് പിന്നെ അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോരാൻ ഓർക്കുക. അശ്വിനൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ദോശ കഴിച്ചാണ്, ഗോതമ്പ് ദോശ. എന്നാലും എന്തെങ്കിലും ജസ്റ്റ് അതിന്റെ കൂടെ പോകുമ്പോൾ കഴിച്ചിട്ട് കയറി പോരാന്ന് ഓർക്കാം. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് ഇതാക്കി. കറികളൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് സമാധാനമുണ്ട്. അങ്ങനെയാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വരെയുള്ള പണികൾ, ബാക്കി കുറെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫേസ് മസാജിന്റെ വീഡിയോ എടുക്കണം. പിന്നെ നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പരിപാടിയുണ്ട്. നമ്മുടെ ഫേസ് മസാജ് ഓയിൽ ഉണ്ടാക്കിയതെല്ലാം തീർന്നു. അപ്പം നിയർ ടു ഫിനിഷായി. ഇനി ഒരു 5 ബോട്ടിലൊക്കെ ബാക്കിയുള്ളൂ. അപ്പൊ നാളെ നമുക്ക് എമർജൻസി ആയിട്ട് ബത്തേരി പോയിട്ട് ഓൾറെഡി ഞാൻ ഫ്ലവർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. വിളിച്ചിട്ട് തേങ്ങ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നാളെ തന്നെ കൊണ്ടുവന്ന് ആട്ടിച്ചെടുത്തിട്ട് രാത്രി ആകുമ്പോൾ ഫേസ് മസാജിന്റെ വീണ്ടും റിപ്പീറ്റ് ഉണ്ടാക്കണം. അപ്പം നാളെ ഫുള്ള് നമ്മൾ ബത്തേരി പോയി അങ്ങനത്തെ ബിസിയാണ്. തേങ്ങ മേടിക്കലും ഫ്ലവർ മേടിക്കലും ബാക്കിയുള്ള അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ. ആ വിശേഷങ്ങളൊക്കെ നാളെ ഞാൻ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിലും വലിയ അത്യാവശ്യമുണ്ട്. അനീതി കൊച്ചിന്റെ അടുത്ത് പോകണം, മഞ്ഞൾ പൊടിപ്പിക്കണം. ഓൾറെഡി അത് പാറ്റി പെരുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി ഉണങ്ങിയ മഞ്ഞൾ. അപ്പൊ അത് നമുക്ക് കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കണം. അതിനിപ്പോ നാളെ കഴിഞ്ഞ് അങ്ങനെ പ്ലാൻ ഇട്ടേക്കാം. ഫേസ് മസാജ് ഓയിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എമർജൻസി. അപ്പൊ നാളെ അങ്ങനെ, ഇന്ന് ഇങ്ങനെ, അങ്ങനെ നമ്മുടെ ദിവസങ്ങളെല്ലാം ഭയങ്കര തിരക്കിൽ പോവാണ്. ഇന്ന് എന്നാലും എന്ത് വന്നാലും ഞാൻ ഇന്ന് ഫേസ് മസാജിന്റെ വീഡിയോ സെപ്പറേറ്റ് ഇടും. കാരണം ഒത്തിരി പേർക്ക് അത് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യുന്ന ക്രൂരത അത്രയും എല്ലാം വിവരിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് പെറുക്കി എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കറിയാം വൈകുന്നേരം ഞാൻ അത് എന്തായാലും ഷൂട്ട്. ഇനി ഇതെല്ലാം സെപ്പറേറ്റ് തിരിച്ചിട്ട് പോസ്റ്റ് ഓഫീസിലും ബാക്കിയെല്ലാം തിരിച്ച് കവറിലേക്ക് ആക്കിയിട്ട് അവൻ ഒരുങ്ങുന്നുണ്ട്. ബെന്നിച്ചേട്ടനെ വിളിച്ച് നമുക്ക് നേരെ കൊറിയറിലേക്ക് പോകാം. അത് ചിലപ്പോൾ ഇപ്പൊ തന്നെ വീഡിയോ ഒത്തിരി ലെന്ത് ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ എന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല ഇന്ന്.
എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ കൂടി ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് ഇനി കാണിക്കാനുണ്ട്, ഓരോരുത്തർ മേടിക്കുന്നത്. പക്ഷെ ഒത്തിരി ലെന്ത് ആവും. പിന്നെ എന്റെ ഷൂട്ടിംഗ് ടൈം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പാക്കിംഗ് ടൈം താമസിക്കുന്നുണ്ട്. ഞാനത് അങ്ങനെ പാക്ക് ചെയ്യാത്ത. ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റുകളും ഒക്കെ എല്ലാം നല്ല ഒതന്റിക് ആയിട്ടുള്ള പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിൽ കമന്റ് സെക്ഷനിലും കൂടി എഴുതിയിടണം കേട്ടോ. എനിക്ക് വാട്സപ്പിൽ എപ്പോഴും എല്ലാവരും മെസ്സേജ് വിടുന്നുണ്ട്, അതൊക്കെ എന്നാലും അങ്ങോട്ട് കൂടി ഒന്ന് എഴുതിയിടണം കേട്ടോ. എന്റെ റിക്വസ്റ്റ് ആണ്. കമന്റ് എന്തായാലും വേണം, ലൈക്ക് വേണം കേട്ടോ. എന്നാലും നമ്മുടെ വീഡിയോ ഓടുള്ളൂ, എന്നാലും ഇത് പ്രൊഡക്റ്റുകളൊക്കെ കൂടുതൽ ഇതിലേക്ക് എത്തത്തുള്ളൂ. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ശരി, എന്നാ ഇനി എല്ലാം പാക്ക് ചെയ്തിട്ട് പോട്ടെ കേട്ടോ. ടാറ്റാ.